എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചില ആളുകളോട് സംസാരിക്കുമ്പോൾ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് സംസാരിക്കാൻ കഴിയുന്നത് പോലെ തോന്നാറില്ലേ? യാതൊരു അധികമായിട്ടൊന്നും ചെയ്യേണ്ടി വരുന്നില്ല. അവർക്ക് നമ്മൾ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാകും. അതുപോലെ തന്നെ അവർ പറയുന്നത് നമുക്കും പെട്ടെന്ന് കണക്റ്റ് ആവും. അങ്ങനെ തോന്നാറില്ലേ? നേരെ മറിച്ച് ചിലരോട് സംസാരിക്കുമ്പോഴാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. നമ്മൾ പറയണതൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല, അവർ പറയണത് നമുക്ക് യോജിക്കാനും കഴിയുന്നില്ല. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറില്ലേ? ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ കളറുണ്ട് എന്നാണ് പറയുന്നത്. അതിനനുസരിച്ചായിരിക്കും ഓരോരുത്തരും സംസാരിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട്, എന്തൊരു വിഡ്ഢിയാണ് അയാൾ, ഇത് എന്താണ് ഇങ്ങനെ ബുദ്ധിയില്ലാതെ സംസാരിക്കുന്നത്, ഒരു പോയിന്റ് ഇല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷെ അത് നമുക്ക് അവരുടെ പോയിന്റ് മനസ്സിലാവാത്തത് കൊണ്ടാണ്. അവരുടെ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ പറയുന്നത് ശരിയാണ് എന്ന് മനസ്സിലാകും. ആരും വിഡ്ഢികളല്ല, മറിച്ച് നമുക്ക് അവരെ മനസ്സിലാക്കാനും അവർക്ക് നമ്മളെ മനസ്സിലാക്കാനും കഴിയാത്തത് കൊണ്ടാണ്. ഇഫക്റ്റീവായ ഒരു കമ്മ്യൂണിക്കേഷന് നമുക്ക് ആളുകളുടെ കളറുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ കളറും മനസ്സിലാവണം. ഐഡൻറ്റിഫൈ യുവർ കളർ എന്നുള്ളതാണ് ആദ്യമായി നമുക്ക് ചെയ്യാനുള്ളത്. ഈ കളറുകൾ ഏതൊക്കെയാണെന്ന് അറിയോ? റെഡ്, ഗ്രീൻ, യെല്ലോ, ബ്ലൂ എന്നിങ്ങനെ 4 കളറായിട്ടാണ് ആളുകളെ തരംതിരിച്ചിരിക്കുന്നത്. 4 കളറെന്ന് ഉദ്ദേശിക്കുന്നത് 4 ടൈപ്പ് ഓഫ് പീപ്പിൾ. അവരെങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, അവരുടെ സ്വഭാവ രീതി എന്താണ്, അവരെങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ 4 ടൈപ്പ് ആളുകളെ തരംതിരിച്ചിരിക്കുന്നത്. എല്ലാ ആളുകളും അവനവൻ്റെ കളറിനനുസരിച്ചാണ് സംസാരിക്കുക എന്നാണ് പറയുന്നത്. എല്ലാവരിലും ഈ 4 കളറിൻ്റെ സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ നമുക്ക് ഒരു ഡിഫോൾട്ട് കളർ ഉണ്ടായിരിക്കും. നമ്മൾ ആ കളറിലുള്ളവരുടെ സ്വഭാവത്തിലായിരിക്കും നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുന്നുണ്ടായിരിക്കുക. നമ്മുടെ പെരുമാറ്റമൊക്കെ ആ രീതിയിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന കളറിൽപ്പെട്ട ആളാണ് എന്ന് പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡാണ്. റെഡ് കളറുള്ള ആളുകളുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെയധികം ഡോമിനൻ്റ് ആയിരിക്കും. എല്ലാ കാര്യത്തിലും അവർ പെട്ടെന്ന് തീരുമാനം എടുക്കുന്ന ആളുകളായിരിക്കും. മുഖത്ത് നോക്കി അഭിപ്രായം പറയുന്ന ആളുകളായിരിക്കും. ഒന്ന് ഷുഗർ കോട്ട് ചെയ്ത് പറയാനൊന്നും ഇവർക്ക് അറിയില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഇവരിൽ വളരെ പെട്ടെന്നായിരിക്കും. പെട്ടെന്ന് തീരുമാനമെടുക്കും. ഒരുപാട് ചിന്തിക്കാനൊന്നും മെനക്കെടില്ല. പെട്ടെന്ന് തന്നെ ആക്ഷനിലേക്ക് കിടക്കും. അവർ ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കും. അവർക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കും. ആ ലക്ഷ്യത്തിനനുസരിച്ച് പെട്ടെന്ന് തീരുമാനങ്ങളെടുത്ത് ആക്ഷനിലേക്ക് ഇവർ കിടക്കും. അതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇവർ വളരെയധികം അഗ്രസീവായിട്ട് തോന്നും. ഇവർ അധികം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരുപാട് ചിന്തിക്കാത്തത് കൊണ്ട് ഇവർക്ക് പലപ്പോഴും അബദ്ധങ്ങളും ഉണ്ടായേക്കാം. നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർഷിപ്പാണ്. അതുപോലെ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കും. പിന്നെ പെട്ടെന്ന് തന്നെ ഗെറ്റിംഗ് തിങ്സ് ഡൺ എന്ന് പറയില്ലേ, പെട്ടെന്ന് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് പെട്ടെന്ന് തീരുമാനം എടുത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നിങ്ങൾ തീർക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കും. എന്ത് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പെട്ടെന്ന് തീരുമാനം എടുക്കുമ്പോൾ ആളുകൾ നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കും. നിങ്ങളൊരു ലീഡറായിട്ട് അവർ കണക്കാക്കും. രണ്ടാമത്തെ ടൈപ്പിലുള്ള ആളുകളാണ് യെല്ലോ കളറിലുള്ള ആളുകൾ. ഈ യെല്ലോ കളറിലുള്ള ആളുകൾ പെടുന്നത് എങ്ങനെയാ പറഞ്ഞാൽ, ഇവർ വളരെയധികം ഇൻസ്പയറിംഗ് ആയിരിക്കും. വളരെ പോസിറ്റീവ് തിങ്കേഴ്സ് ആയിരിക്കും. എല്ലാ പ്രോബ്ലംസിലും ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്ന ആളുകളായിരിക്കും. വളരെ പോസിറ്റീവായി ചിന്തിക്കുകയും വളരെ എനർജറ്റിക് ആയിരിക്കും. വളരെ ഇൻസ്പയറിംഗ് ആയിരിക്കും. ചുറ്റുമുള്ളവരെയൊക്കെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ആളുകളായിരിക്കും. അവരങ്ങനെ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കില്ല. അയ്യോ പ്രശ്നമാകുമോ എന്നുള്ള രീതിയിൽ ഒരിക്കലും ചിന്തിക്കില്ല. അവരെല്ലാ പ്രശ്നങ്ങളിലും എന്താണ് പോസിറ്റീവായിട്ടുള്ളത് എന്ന് ചിന്തിക്കുന്ന, അത് കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളുകളായിരിക്കും. വളരെ മോട്ടിവേറ്റഡ് ആയ ആളുകളായിരിക്കും. മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കും. വളരെ സംസാരപ്രിയരായിരിക്കും. സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഒക്കെ വളരെയധികം ഇഷ്ടമുള്ള ആളുകളായിരിക്കും. ഏതാണ്ട് ഒരു എക്സ്ട്രോവേർട്ട് ടൈപ്പൊക്കെ ആയിരിക്കും. ഇവർക്ക് കൂടുതൽ എനർജി കിട്ടുക കൂടുതൽ ആളുകളുമായിട്ട് ഇടപഴകുമ്പോഴായിരിക്കും. ക്രിയേറ്റിവിറ്റി ആൻഡ് മോട്ടിവേഷനാണ് ഇവരുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവരുടെ വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ഡീറ്റെയിൽ ഫോക്കസ്ഡ് ആയിരിക്കും. ഏതൊരു കാര്യവും അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലാനൊന്നും ഇവർക്ക് കഴിയില്ല. അതുപോലെ തന്നെ ഡിസോർഗനൈസ്ഡും ആയിരിക്കും. അധികം ഓർഗനൈസ്ഡ് ആയിട്ട് വളരെ ഡിസിപ്ലിനോട് കൂടി അങ്ങനെയുള്ള ആളുകളായിരിക്കില്ല ഇവർ. ഇനി മൂന്നാമത്തെ ടൈപ്പ് ആളുകളാണ് ഗ്രീൻ പീപ്പിൾ എന്ന് പറയും. ഗ്രീനായ ആളുകൾ വളരെയധികം ക്ഷമയുള്ളവരായിരിക്കും. അവരെപ്പോഴും കാമായ അന്തരീക്ഷത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. വളരെ സ്റ്റേബിൾ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. ഇവർക്ക് റിസ്ക് എടുക്കാനൊന്നും താല്പര്യം ഉണ്ടായിരിക്കില്ല. വളരെ ഇപ്പോൾ എങ്ങനെയാണോ പോകുന്നത് ആ രീതിയിൽ തന്നെ പോകട്ടെ എന്ന് ചിന്തിക്കുന്നവരായിരിക്കും. പെട്ടെന്നൊരു മാറ്റം വരുന്നത്, ചേഞ്ച് ഇവർക്ക് അത്ര താല്പര്യമുള്ള കാര്യമായിരിക്കില്ല. എങ്ങനെയാണോ പോകുന്നത് അങ്ങനെ തന്നെ സ്റ്റേബിളായി പോകാനായിരിക്കും ഇവർ താല്പര്യപ്പെടുന്നുണ്ടായിരിക്കുക. വളരെയധികം സമാധാനപ്രിയരായിരിക്കും. അവരുടെ സമാധാനത്തിനായിരിക്കും അവർ ഏറ്റവും പ്രാധാന്യം കൊടുക്കുക. അത് കളഞ്ഞിട്ടൊരു റിസ്ക് എടുക്കാനൊന്നും അവർ തയ്യാറാവുകയില്ല. എപ്പോഴും കംഫർട്ട് സോണിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും ഈ ഗ്രീൻ പീപ്പിൾ. എപ്പോഴും മറ്റുള്ളവരുടെ
താല്പര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളായിരിക്കും ഇവർ. എപ്പോഴും തന്നേക്കാൾ പ്രാധാന്യം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വളരെയധികം സമാധാനപ്രിയരായ ആളുകളായിരിക്കും ഇവർ. ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിനേക്കാൾ ഇവർക്ക് താല്പര്യം ഒരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കാനൊക്കെ ആയിരിക്കും. ഇവരുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലയബിലിറ്റി ആൻഡ് ലോയൽറ്റിയാണ്. ഇവർ നമ്മളോട് ലോയലായിരിക്കും. അതുപോലെ തന്നെ അവർ വിശ്വസ്തത ഉള്ള ആളുകളായിരിക്കും. നമുക്ക് അവരെ വിശ്വസിക്കാം. നമുക്ക് അവർ എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കും. അല്ലാതെ പെട്ടെന്ന് ഒരു മാറ്റം നമ്മളെ ചതിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല. ഇവരുടെ വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു പീപ്പിൾ പ്ലീസർ ആയിരിക്കും. മറ്റുള്ളവരുടെ സന്തോഷത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ അവോയ്ഡിങ് കോൺഫ്ലിക്റ്റ്. ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാനുള്ള ഇഷ്ടമില്ല. ആരോടെങ്കിലും ഇട്ട് വഴക്കുണ്ടാക്കാനോ അതിനൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ട് മറ്റുള്ളവരെന്താ പറയുന്നത് അത് ഓക്കെ പറയുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രശ്നം ഒഴിവാക്കാനാണ് ഇവർ ശ്രമിക്കുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് പലപ്പോഴും ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണോ പോകുന്നത് ആ രീതിയിൽ തന്നെ പോകാനായിരിക്കും ഇവർ താല്പര്യപ്പെടുന്നുണ്ടാവുക. നമ്മൾ മാറ്റങ്ങളെ അവഗണിക്കുന്നത്, അതുപോലെ തന്നെ പീപ്പിൾ പ്ലീസറായി മാറുന്നത്, ഇതൊക്കെ നമ്മുടെ ഗ്രോത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ആളുകളാണ് ഗ്രീൻ പീപ്പിൾ എന്ന് പറയുന്നത്. പക്ഷേ ഇവർ വളരെ വിശ്വസ്തത ഉള്ള ആളുകളായിരിക്കും. അവർ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളുകളെ കിട്ടാൻ തന്നെ വളരെ പാടാണ് അല്ലേ. ഇപ്പോൾ ഈ ഗ്രീൻ പീപ്പിളിനെ നമുക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളാണ്. പിന്നെയുള്ള 4ാമത്തെ ടൈപ്പ് ആളുകളാണ് ബ്ലൂ കളറിലുള്ള ആളുകൾ. ഇവരെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ തിങ്കേഴ്സ് ആയിരിക്കും. ഏതൊരു കാര്യവും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഇവർക്ക് ഒരുപാട് സമയമെടുക്കും. ഇവരെപ്പോഴും അത് അങ്ങനെയാണെങ്കിൽ എന്താവും, അതിങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും, അങ്ങനെയൊക്കെ ചിന്തിച്ച് ഒരുപാട് സമയമെടുക്കും ഒരു തീരുമാനം എടുക്കാനൊക്കെ. അതുപോലെ തന്നെ അതിര് കടന്ന് വിമർശനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും ഇവർ. മറ്റുള്ളവരെന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഒരുപാട് വിമർശിക്കും. കാരണം ഇവരങ്ങനെ പെട്ടെന്ന് ചാടിക്കയറി ഒരു തീരുമാനം എടുക്കാത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആലോചിച്ച് പ്ലാൻ ചെയ്തൊക്കെ തീരുമാനിക്കുന്നത് കൊണ്ട് ഇവർക്കൊരു കൃത്യത ഉണ്ടായിരിക്കും. ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഒരുപാട് ആലോചിച്ച് അനലൈസ് ചെയ്ത് ഡീറ്റെയിൽ ഫോക്കസ്ഡ് ആയിട്ടൊക്കെയാണ് ഇവർ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്യുക. ഇവരുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്ലാനിങ് ആൻഡ് അക്യുറസിയാണ്. ഒരുപാട് ചിന്തിച്ചിട്ട് ഒരുപാട് പ്ലാൻ ചെയ്തിട്ടൊക്കെ കാര്യങ്ങൾ നടത്തുന്നത് കൊണ്ട് അത് അക്യുറേറ്റ് ആയിരിക്കും. അതിന് കൃത്യത ഉണ്ടായിരിക്കും. തെറ്റാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഇവരുടെ വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കാൻ ഒരുപാട് സമയം എടുക്കുന്നത്, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അടുത്ത തീരുമാനത്തിനൊക്കെ ഒരുപാട് വിമർശിക്കും. ഇവർ വളരെയധികം ഓവർലി ക്രിട്ടിക്കായിരിക്കും. ഇപ്പോൾ പറഞ്ഞ ഈ സ്വഭാവങ്ങളെല്ലാം എല്ലാവരിലും കുറേശ്ശൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ചില സ്വഭാവങ്ങൾ നമ്മളിൽ കൂടുതലായിട്ടുണ്ടായിരിക്കും. അതിനനുസരിച്ചാണ് ഇങ്ങനെ ആളുകളെ തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരാളോട് നന്നായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ അവർ ഏത് ടൈപ്പാണെന്ന് നമുക്ക് മനസ്സിലാവേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ ഈസി ആയിരിക്കും. ആശയവിനിമയത്തിനായിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരില്ല നമുക്ക്.